കോപത്തെ നിയന്ത്രിക്കാൻ നമ്മുടെ ചില ശ്രദ്ധ മാത്രം മതി. Q&Aയിൽ ടിൻഡു സോണി സംസാരിക്കുന്നു. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ചേച്ചി, എൻ്റെ ഒരു ഫ്രണ്ടിനു വേണ്ടിയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാൽ പിന്നെ അവൾ യാതൊരു കാരണവശാലും അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. കൂടുതലും പോസിറ്റീവായ കാര്യങ്ങളല്ല എന്നതാണ് സങ്കടം. വാശിയും മസിലുപിടുത്തവും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ മോശക്കാരിയാക്കുമെന്നൊക്കെ പലതവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയുമുണ്ട്. ഈ ഒരു സ്വഭാവ രീതിയുടെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും എന്നോടവൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? താൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ഇനി മുയലിൻ്റെ 3ാമത്തെ കൊമ്പ് ഒരു മിഥ്യ അല്ലെന്ന് സ്ഥാപിക്കാൻ 100,000 ന്യായങ്ങളും. ഇത് ചിലരുടെയെങ്കിലും മനോഭാവത്തിൻ്റെ പ്രശ്നമായി കാണാറുണ്ട്. സ്വയം ന്യായീകരിക്കാനുള്ള പരിശ്രമമേറുമ്പോൾ സഭ്യമായി സംസാരിക്കാൻ മറന്നുപോകുക, സ്വന്തം കോപത്തെ നിയന്ത്രിക്കാനാവാതെ ആക്രമണ സ്വഭാവത്തിലേക്ക് വഴുതി വീഴുകയൊക്കെ വല്ലാത്ത പൊല്ലാപ്പുകളാണ്. എന്തു വന്നാലും വേണ്ടില്ല, വിട്ടുകൊടുക്കില്ല ഞാൻ എന്ന വാശി കൂടുമ്പോൾ പരിസരബോധവും നഷ്ടപ്പെടും. താങ്കളുടെ സുഹൃത്ത് ഇത്തരം ഒരവസ്ഥയിലൂടെയോ ഇതിൻ്റെ സമാനമായ അവസ്ഥയിലൂടെയോ കടന്നുപോകുന്ന ആളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറുപ്പം മുതലേ ഇങ്ങനെ ആയിരുന്നോ? എന്തിൻ്റെയെങ്കിലും സമ്മർദ്ദം മൂലമാണോ? എന്തെങ്കിലും ശാരീരിക പ്രത്യേകതകൾ മൂലമാണോ? കുഞ്ഞുനാളിലെ ഏതെങ്കിലും തിക്തമായ അനുഭവങ്ങളാണോ ഇത്തരം സ്വഭാവത്തിന് പിന്നിലെന്ന് അറിയേണ്ടതുമുണ്ട്. കുറച്ച് നിർദ്ദേശങ്ങൾ ചുവടെ ചേർക്കുന്നു. ഉചിതമായത് സ്വീകരിക്കുമല്ലോ. സുഹൃത്തിൻ്റെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അവരുടെ വശം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നും നിങ്ങൾ അവരെ നന്നായി മനസ്സിലാക്കുന്നുണ്ടെന്നുമുള്ള ഉറപ്പ് അവർക്ക് കിട്ടുന്ന രീതിയിലാവണം വർത്തമാനം പുരോഗമിക്കേണ്ടത്. ഇത്തരം സ്വഭാവരീതി മൂലം അവരുടെ കുടുംബജീവിതത്തിന് സംഭവിക്കാവുന്ന തകർച്ചകളെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കാം. പ്രത്യേകിച്ച് അവരുടെ കുഞ്ഞ് വളരെ ചെറുപ്പത്തിലെ ഇതൊക്കെ കണ്ടു വളരുകയാണെന്നും അതിൻ്റെ തിരുശേഷിപ്പ് കുഞ്ഞിൽ വരുത്താവുന്ന സ്വഭാവ വൈകല്യത്തെക്കുറിച്ചും സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർക്ക് കൂടി വിശ്വാസയോഗ്യരായ മുതിർന്ന ആരുടെയെങ്കിലും സഹായം തേടുക. മനഃശാസ്ത്രപരമായ മാർഗനിർദ്ദേശങ്ങളോ കോപം നിയന്ത്രിക്കാനുള്ള തെറാപ്പികളോ സ്വീകരിക്കാവുന്നതാണ്. പോസിറ്റീവ് മനോഭാവം സൃഷ്ടിക്കാൻ സഹായകമാകുന്ന ബുക്കുകൾ പരിചയപ്പെടുത്തി വായനാശീലം രൂപപ്പെടുത്താൻ സഹായിക്കാം. ഉചിതമായ സമയം തിരഞ്ഞെടുത്ത് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും പരിശീലിപ്പിക്കാം. നല്ല ഹോബികളോ വ്യായാമമുറകളോ തുടങ്ങാനും തുടരാനും സഹായിക്കാം. ഇത്തരത്തിലുള്ള വാശി ജീവിതത്തിലെ ചില നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മെ സഹായിച്ചേക്കും. നിങ്ങളുടെ സുഹൃത്തിനോടുള്ള കരുതലിനും സ്നേഹത്തിനും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ബി വിത്ത് ഹെർ വിത്ത് ഗ്രേറ്റ് കമ്പാഷൻ.